നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മദ്യനയത്തിന്റെ പേരിൽ പണപ്പിരിവിനിറങ്ങിയാൽ കർശന നടപടിയെന്ന് മന്ത്രി MP രാജേഷ്. മഴക്കെടുതി ഒലവക്കോട് ഐശ്വര്യ കോളനി വെള്ളക്കെട്ടി. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ സംഘടിപ്പിക്കുന്ന ജലസമ്മേളനം 26-ന്. ഡ്രൈ എടുത്തു കളയാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് മദ്യനിരോധന സമിതി. പണപ്പിരിവിനിറങ്ങിയാൽ കർശന നടപടിയെന്ന് മന്ത്രി MP രാജേഷ്. മദ്യനയവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പണപ്പിരിവിനിറങ്ങുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. സർക്കാർ ഇതുവരെ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ട് പോലുമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ടെലിഫോൺ സന്ദേശം കേട്ടിരുന്നു, വാർത്തയും കണ്ടിരുന്നു. ഗൗരവത്തോടെയാണ് സർക്കാർ ഇതിനെ കാണുന്നത്. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. പ്രാരംഭ ചർച്ചകൾ പോലും നടന്നിട്ടില്ല. മാധ്യമങ്ങളിൽ കഴിഞ്ഞ ഒരു മാസമായി മദ്യനയവുമായി ബന്ധപ്പെട്ട പല വാർത്തകളും വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പണപ്പിരിവ് നടത്താൻ ഇറങ്ങിയാൽ അതിശക്തമായ നടപടികൾ സ്വീകരിക്കും മന്ത്രി MP രാജേഷ് പറഞ്ഞു. ശബ്ദരേഖ കലാപരിപാടി കുറച്ചുകാലമായി സ്ഥിരമായുള്ളതാണ്. ആരായാലും കൈകാര്യം ചെയ്യാൻ സർക്കാരിനറിയാം. മാധ്യമ വാർത്തകളുടെ ഉറവിടം എവിടെ നിന്നാണ് എന്നറിയില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പണപ്പിരിവിന് ഇറങ്ങുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും. പ്രതിപക്ഷം എന്തുകൊണ്ട് രാജി ചോദിക്കുന്നില്ലെന്ന് കരുതിയിരിക്കുകയായിരുന്നുവെന്ന് രാജി ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. നിയമസഭ തുടങ്ങുമ്പോൾ അവിടെ കാണാം. കഴിഞ്ഞ 6 മാസം കൊണ്ട് 52 ബാറുകൾക്കെതിരെ ഈ സർക്കാർ കേസെടുത്തിട്ടുണ്ട്. അത്തരം നടപടി സ്വീകരിക്കുന്നതിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഒലവക്കോട് ഐശ്വര്യ കോളനി വെള്ളക്കെട്ടി. മഴ കുറഞ്ഞതുകൊണ്ട് മാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. ദിവസങ്ങളായി ഇടവിട്ട് ഭേദപ്പെട്ടാണ് മഴ ഉണ്ടാകുന്നത്. വെള്ളക്കെട്ടായതിനാൽ ഐശ്വര്യ കോളനിക്കാർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്നും പരാതി ഉണ്ട്. കളക്ടറുടെ നിർദ്ദേശം ഉണ്ടായിട്ടും ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന BSNL, എയർടെൽ, ജിയോ തുടങ്ങിയവയുടെ കേബിളുകൾ പാലത്തിന്റെ അടിയിൽ നിന്നും മാറ്റിയിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ഐശ്വര്യ കോളനിയിലെ വെള്ളക്കെട്ടിന് അടിയന്തര പരിഹാരം കണ്ടെത്തണമെന്നും ഐശ്വര്യ കോളനി നിവാസികൾ ആവശ്യപ്പെട്ടു. മഴ ശക്തമായ ഒലവക്കോടിനോടൊപ്പം ഐശ്വര്യ കോളനി നിവാസികളും ദുരിതം പേറേണ്ടി വരും. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ സംഘടിപ്പിക്കുന്ന ജലസമ്മേളനം 26-ന്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ രൂക്ഷമായിട്ടുള്ള വേനൽക്കാലം പാലക്കാടിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ചൂട് കൂടുന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രധാനമായിട്ടും കാണുന്നത് എന്താ വെച്ചാൽ അവിടുത്തെ പാലക്കാടിന്റെ ജലവിധാനം, അതായത് ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭ ജലവിധാനം വളരെ താഴേക്ക് പോയി. കേരളത്തിലെ 2 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഭൂഗർഭജലം താഴേക്ക് പോയിട്ടുള്ള ഒന്ന് പാലക്കാടാണ്, ഒന്ന് കാസർഗോഡാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രോജക്ട് കഴിഞ്ഞ ഒരു കൊല്ലത്തോളമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പാലക്കാടിന്റെ പല പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ കുഴൽക്കിണറുകൾ കൂടുന്നതും ജലാശയങ്ങൾ വെറ്റുന്നതും, കാരണം എല്ലാവരും ശ്രദ്ധയിൽ വരികയാണെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്നത് ഭാരതപ്പുഴയുടെ ശരിക്ക് പാലക്കാടിന്റെ നടുക്ക് കൂടെ മുഴുവൻ ജില്ല മുഴുവൻ ഒഴുകുന്ന ഒരു പുഴയാണ്. ഭാരതപ്പുഴ പോലൊരു പുഴ അവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് പാലക്കാട് ജില്ലയ്ക്ക് ഇത്രയധികം കുടിവെള്ളക്ഷാമം അല്ലെങ്കിൽ ജലക്ഷാമം വരുന്നു എന്നുള്ളതാണ്. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ നേതൃത്വത്തിൽ അഹല്യ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ മെയ് 26-ന് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ ജലസമ്മേളനം നടക്കും. പാലക്കാട് ജില്ലയ്ക്ക് ഒരു ജല ബഡ്ജറ്റ് ഉണ്ടാക്കുക, അതിലൂടെ പാലക്കാട് ജില്ലയ്ക്ക് ആവശ്യമായ ജലത്തിന്റെ അളവ്, ലഭ്യമായ ജലസ്രോതസ്സുകൾ, നിലവിലെ പദ്ധതികൾ, ഗവേഷണങ്ങൾ, പഠനങ്ങൾ എന്നിവ സമഗ്രമായ വിശകലനത്തിലൂടെ പൊതുജന പങ്കാളിത്തത്തോടെ ചർച്ച ചെയ്യുക എന്നതാണ് സമ്മേളനത്തിന്റെ കാതലായ ലക്ഷ്യം. സമ്മേളനത്തിന്റെ ഭാഗമായി വെള്ളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബന്ധപ്പെട്ടവരുടെ ഗവേഷകരുടെ ഇടപെടലിലൂടെ ആശയരൂപീകരണം നടത്തുന്നു. വെള്ളത്തിന്റെ സാമൂഹികവും ശാസ്ത്രീയവും പരിസ്ഥിതികവുമായ വശങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം രാവിലെ 9:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിക്കും. യോഗത്തിൽ ഡോക്ടർ E ശ്രീധരൻ, വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. മറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. 11 മുതൽ 1 വരെ NREGS ഡയറക്ടർ ഡോക്ടർ A നിസാമുദ്ദീൻ IAS, CWRDM ഡയറക്ടർ ഡോക്ടർ മനോജ് സാമുവൽ, കോയമ്പത്തൂർ സീത്തുള്ളി പദ്ധതിയുടെ മാനേജിംഗ് ട്രസ്റ്റി വനിത മോഹൻ, അഹല്യ വിദ്യാഭ്യാസ വിഭാഗങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ പ്രിയ ശ്രീ മഹദേവൻ പിള്ള എന്നിവർ പങ്കെടുക്കും. ചർച്ചയിൽ CWRDM മുൻ ഡയറക്ടർ ഡോക്ടർ EJ ജെയിംസ് ചർച്ചകൾ നിയന്ത്രിക്കാം. ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 4 വരെ 5 ഗ്രൂപ്പുകളിലായി വെള്ളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച ചെയ്യും. ചർച്ചകളിൽ ഈ മേഖലയിൽ പ്രാവീണ്യം നേടിയവർ പങ്കെടുക്കും. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്കും ചർച്ചയിൽ അഭിപ്രായം അറിയിക്കുന്നതിനുള്ള അവസരം
അവസരമുണ്ടാകും. ചർച്ചകൾ ക്രോഡീകരിക്കുകയും തുടർന്ന് അവതരിപ്പിക്കുകയും ചെയ്യും. ചർച്ചകളിൽ ഉയർന്നുവന്ന ആശയങ്ങൾ, ആശങ്കകൾ, നിർദ്ദേശങ്ങൾ വിപുലമായ ആശയ രൂപീകരണത്തിനായി അടുത്ത 5 വർഷം ചെയ്യാനുള്ള കർമ്മ പദ്ധതികൾ ആസൂത്രണം നടത്തുന്നതിനായി ഉപയോഗിക്കുന്നു. സമാപന സമ്മേളനത്തിൽ പാലക്കാട് ജില്ലയിൽ സമ്മേളനത്തിന്റെ ഭാഗമായി തുടക്കം കുറിക്കാൻ പോകുന്ന പദ്ധതികൾ അവതരിപ്പിക്കും. ജില്ലയിൽ ഒരു വാട്ടർ കൺസർവേഷൻ ആർമി, കഞ്ചിക്കോട് മേഖലയുള്ള പുതുശ്ശേരി പഞ്ചായത്ത് 1000 ദിവസത്തിനുള്ളിൽ ജലലഭ്യത കൂടുതലുള്ള പഞ്ചായത്താകുന്നതിനുള്ള കർമ്മ പദ്ധതികൾ എന്നിവ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറത്തിന്റെ സഹകരണത്തോടെ ആരംഭിക്കും. കൂടാതെ കോളേജ്, സ്കൂൾ കുട്ടികളെ പുഴയുടെ സംരക്ഷകരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ നേതൃത്വത്തിൽ മറ്റു സംഘടനകളുടെ സഹകരണത്തോടെ പുഴ പഠന പദ്ധതിയും, ജലാശയങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യ മുക്തമാക്കുക, പ്രത്യേകിച്ച് മൈക്രോ പ്ലാസ്റ്റിക് എന്ന വിപത്തിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ റോട്ടയുമായി സഹകരിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിൽ ആരംഭിക്കുകയും ചെയ്യും. പാലക്കാടിന്റെ വിനോദസഞ്ചാര മേഖലയിൽ പ്രധാന സ്ഥാനം ലഭിച്ച കൊല്ലങ്കോടിന്റെ ജലസംഭരണ പ്രവർത്തനങ്ങൾക്ക് കൊല്ലങ്കോട് ആശ്രയം റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയും സംയുക്തമായി ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കും. ജലസമ്മേളനത്തിന്റെ ഭാഗമായി വിപുലമായ പ്രദർശനം നടക്കും. ജലാശയത്തിൽ തെളിയുന്ന നെയിലുകളുടെ ചിത്രങ്ങൾ എടുത്ത് പ്രശസ്തനായ രഞ്ജിത്ത് മാധവൻ, വയൽക്കാഴ്ചകൾ കോൾബഡൈസ് കളക്റ്റീവ് ഒരുക്കുന്ന തണ്ണീർത്തട ആവാസ വ്യവസ്ഥയെയും ജൈവവൈവിധ്യവും പരിചയപ്പെടുത്തുന്ന ചിത്ര പ്രദർശനം എന്നിവ സമ്മേളനത്തിന്റെ പ്രത്യേകതയാണ്. സംസ്ഥാനത്തെ ഡ്രൈ എടുത്തുകളയാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് മദ്യനിരോധന സമിതി ജില്ലാ പ്രവർത്തക യോഗം. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കണമെന്ന് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉറപ്പു നൽകി അധികാരത്തിലേറിയ ഇടത് സർക്കാർ കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ വിറ്റഴിച്ചത് ഏകദേശം 30,000 കോടിയിലേറെ രൂപയുടെ മദ്യമാണ്. ഔദ്യോഗിക കണക്കനുസരിച്ച് 2023-24 സാമ്പത്തിക വർഷത്തിൽ 19,088.68 രൂപയുടെ മദ്യവിൽപ്പനയാണ് നടന്നത്. ഇതിൽ നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിച്ചത് 16,609.63 കോടി രൂപയും. സംസ്ഥാനത്തെ 814 ബാറുകളിൽ നിന്നും വിൽക്കുന്ന മദ്യത്തിന്റെ വലിയൊരു പങ്കും ഔദ്യോഗിക കണക്കിൽപ്പെടാത്ത ബാർ ഉടമകൾ നേരിട്ട് വാങ്ങുന്ന സെക്കൻഡ്സ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മദ്യമാണ്. അതിന്റെ വില കൂടി കണക്കാക്കിയാൽ 30,000 കോടിയിലേറെ രൂപയുടെ മദ്യമാണ് കേരള ജനതയെ കുടിപ്പിക്കുന്നതെന്ന് അറിയാൻ കഴിയുമെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. ഡ്രൈ ഡേ എടുത്തു കളഞ്ഞും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ചും മദ്യക്കടകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും കേരള ജനതയെ മുഴുവൻ കുടിപ്പിച്ചു കിടത്തി സാമ്പത്തിക നേട്ടം കൈവരിക്കാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു. മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് AK സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മാണി പറമ്പത്ത് അകളി അധ്യക്ഷത വഹിച്ചു. R രാമകൃഷ്ണൻ മുണ്ടൂർ, K അബൂബക്കർ പറക്കുന്നം, M അഖിലേഷ് കുമാർ കൊട്ടേക്കാട്, സന്തോഷ് മലമ്പുഴ, S രാജേന്ദ്രൻ നായർ, ശശി കല്ലേപ്പുള്ളി, S രാധാകൃഷ്ണൻ, M അബ്ദുൾ ഖുദ്ദൂസ് വടക്കഞ്ചേരി, EA സുലൈമാൻ, കല്ലൂർ ശ്രീധരൻ, K ഇബ്രാഹിം, KSRTC, A സറീന, K സലീന എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി AK സുൽത്താൻ പ്രസിഡന്റ്, മാണി പറമ്പലത്ത് അകളി, M അബൂബക്കർ പറക്കുന്നം, R രാമകൃഷ്ണൻ മുണ്ടൂർ വൈസ് പ്രസിഡന്റുമാർ, M അഖിലേഷ് കുമാർ കൊട്ടേക്കാട് സെക്രട്ടറി, M അബ്ദുൾ ഖുദ്ദൂസ് വടക്കഞ്ചേരി, PB ശ്രീനാഥ് കടമ്പഴിപ്പുറം, ശശി കല്ലേപ്പുള്ളി ജോയിന്റ് സെക്രട്ടറിമാർ, M രാമകൃഷ്ണൻ മാസ്റ്റർ തച്ചമ്പാറ ഗജാൻജി എന്നിവരെ തിരഞ്ഞെടുത്തു. രാമനാഥപുരം വിശാലാക്ഷി സമിതി വിശേഷ സ്വാമി ക്ഷേത്രത്തിൽ 2ാം ദിന ചടങ്ങുകൾ നടന്നു. രാമനാഥപുരത്തെ 600ഓളം വർഷം പഴക്കമുള്ള ശ്രീ വിശാലാക്ഷി സമേത വിശ്വേശ്വര സ്വാമി ക്ഷേത്രത്തിൽ 26-ാം തീയതി ഞായറാഴ്ച നടക്കുന്ന മഹാകുംഭാഭിഷേകത്തോടനുബന്ധിച്ച് 2ാം ദിന കാലപൂജ ആരംഭം, ഗണപതി പൂജ, പുണ്യാഹവാചനം, യാഗമണ്ഡപ പൂജ, വേദികാ പൂജ, മൂലമന്ത്ര ജപ ഹോമം, വിശേഷമൂർത്തി തത്വകലാ ഹോമങ്ങൾ, പൂർണ്ണഹൂതി, ദീപാരാധന, മന്ത്രപുഷ്പ അവതാരി കൈ, പ്രസാദ വിനിയോഗം എന്നിവയ്ക്ക് ശേഷം 3ാം കാലം ഗണപതി പൂജ, പുണ്യാഹവാചനം, യാഗശാല പൂജ, വേദികാ പൂജ, സഹസ്രനാമ അർച്ചന, പുഷ്പാദിവാസം, മൂലമന്ത്ര ജപ ഹോമങ്ങൾ, മൂർത്തി തത്വകലാ ഹോമങ്ങൾ, പൂർണ്ണാഹുതി, ദീപാരാധന, മന്ത്രപുഷ്പം, ചതുർവേദ അവതാരികൈ, പ്രസാദ വിതരണം എന്നിവയ്ക്ക് ശേഷം 2ാം ദിന ചടങ്ങുകൾ സമാപിച്ചു. ഞായറാഴ്ചയാണ് മഹാകുംഭാഭിഷേകം. കൊടുവായൂർ അക്ഷരകല പുറത്തിറക്കിയ ഭക്തിഗാന വീഡിയോ പുറത്തിറക്കി. ഷീന്റെ കുടുംബം വളരെ ദുർഗാപതി ക്ഷേത്രം, ശിവക്ഷേത്രം, ഈ ക്ഷേത്രത്തിൽ അഭിവൃദ്ധി വരാൻ വേണ്ടി വളരെ അധികം ഈ ക്ഷേത്രത്തിന് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടക്കമായിട്ടാണ് ശ്രീചന്ദ്രൻ്റെ ഒരു ആൽബം, ദുർഗാപതി പേരിൽ ഒരു ആൽബം നിർമ്മിച്ച് ഈ ഭഗവതിക്ക് സമർപ്പിച്ചത്.
അതിൽ ഈ ടീം ഇതിൽ എത്തന്നൂരിലെ മറ്റു ക്ഷേത്രങ്ങളിലെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഗീതം രമേശ് മണി, ആലാപനം പ്രിയാദാസ് കൊപ്പം, റെക്കോർഡിംഗ് മനോജ് കൊപ്പം, ക്യാമറ സഹായി ഷുബൈ ഷഫീഖ്, എഡിറ്റിംഗ് ഷഫീഖ് കൊടുവായൂർ, സഹസംവിധാനം ഹരി ടി എൻ ആൻഡ് രേവതി ജ്യോതിഷ് രചന, സംവിധാനം AV ദേവൻ, കോർഡിനേഷൻ ഷീൻ ചന്ദ്രൻ, അഭിനേതാക്കൾ ജ്യോതിഷ് ജ്യോതിർഗമയ, രേവതി ജ്യോതിഷ് ആൻഡ് അശ്വതി ജ്യോതിഷ്. ഈ സൗഹൃദ കൂട്ടായ്മ ഒരു മുതൽ മടക്കും പ്രതിഫലവുമില്ലാതെയാണ് ഈ ആൽബം നിർമ്മിച്ചിരിക്കുന്നത്. ഈ വരുന്ന മെയ് 21 ചൊവ്വാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 6:30 ഈ ആൽബം അക്ഷരകലയുടെ യൂട്യൂബ് ചാനലായ പാരിജാതത്തിൽ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് റിലീസ് ചെയ്തു. ക്ഷേത്രം തന്ത്രി സുധീർ നമ്പൂതിരി സ്വിച്ച് ഓൺ ചെയ്തു. ദുർഗാക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് വിജയൻ വാര്യത്ത്, സെക്രട്ടറി ഗോവിന്ദൻ ഉണ്ണി ചെറുവട്ടത്ത്, ട്രഷറർ അജിത് തുപ്പലൈ, ഷീൻ ചന്ദ്രൻ, AV ദേവൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡേങ്. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. കോങ്ങാടിന്റെ മധുരനാദത്തിന് സപ്തതി. കോങ്ങാട് മധുവെന്ന മധുസൂദനെ കുറിച്ച് സദപ്തിയുടെ കാലപ്രമാണത്തിലേക്ക് വ്യാഴാഴ്ച വീട്ടുകാരും കലാകാരന്മാരും ശിഷ്യന്മാരും നാട്ടുകാരും ചേർന്ന് 70ാം പിറന്നാൾ നാടിന്റെ ആഘോഷമാക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ കളമെഴുത്ത് കലാകാരനായി തുടങ്ങി കേരളം ആദരിക്കുന്ന തിരുവമ്പാടിയുടെ പഞ്ചവാദ്യ പ്രമാണി എന്ന സ്ഥാനത്തേക്കുള്ള വളർച്ചയുടെ കഥയാണ് കോങ്ങാട് മധുവിന്റേത്. 1974 മുതൽ കോങ്ങാട് പൂരത്തിൽ സ്ഥിരം സാന്നിധ്യമായി. ഒരു വർഷം 110ലധികം ഉത്സവങ്ങളിൽ തിമലയുടെ മധുനാദവുമായി കോങ്ങാട് മധു എത്താറുണ്ട്. 2 വർഷം മുമ്പ് ചരിഞ്ഞ ഗജരീജൻ കോങ്ങാട് കുട്ടിച്ചങ്കരൻ മതപ്പാടത്തുകാലത്തും അടുപ്പിച്ചിരുന്ന ആനപ്രേമി കൂടിയാണ് കോങ്ങാട് മധു. കോങ്ങാട് മധുവിന്റെ ശതാബ്ദി ആഘോഷം മധുര ശതാബ്ദി എന്ന പേരിൽ കോങ്ങാട് യശോദ ഇൻ ഓഡിറ്റോറിയത്തിൽ വ്യാഴാഴ്ച നടന്നു. ശിഷ്യരുടെ ആചാര്യാഭിവാദങ്ങളും ശതാബ്ദി സുവർണമുദ്ര അണിയിക്കലുമുണ്ട്. രാവിലെ 9 വേദിയിൽ ദീപം തെളിഞ്ഞു. തുടർന്ന് ഇരട്ടക്കേളിയും ഉണ്ടായി. 10 കോങ്ങാട് മധുവിനെ വേദിയിലേക്ക് ആനയിച്ചു. പഞ്ചവാദ്യം അകമ്പടിയായി. പെരുവനം കുട്ടന്മാരാരുടെ അധ്യക്ഷതയിൽ സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാണ് ആദരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തത്. KB രാജാനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി. ചെർപ്പളശ്ശേരി ശിവൻ ശതാബ്ദി സുവർണമുദ്ര സമ്മാനിച്ചു. 12:30 വയലിൻ ഫ്യൂഷൻ അവതരിപ്പിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ സമരത്തെ തുടർന്നുള്ള ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉത്തരവിറക്കി. ഗതാഗത വകുപ്പ് നടപ്പാക്കാൻ ഉദ്ദേശിച്ച പരിഷ്കാരങ്ങളിൽ ഇളവുകൾ മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും വിശദാംശം ഉൾപ്പെടുത്തി ഉത്തരവിറക്കിയിരുന്നില്ല. ഇതുമൂലം ടെസ്റ്റുകളും പഴയപടി ആകാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഉത്തരവിറങ്ങിയതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പുതുക്കിയ നിർദ്ദേശങ്ങളോടെ നടക്കും. ഒരു MVA മാത്രമുള്ള ഓഫീസുകളിൽ 40 ടെസ്റ്റും 2 MVAമാരുള്ളിടത്ത് 80 ടെസ്റ്റുകളും പ്രതിദിനം നടത്താമെന്ന് ഉത്തരവിൽ പറയുന്നു. 25 പുതിയ അപേക്ഷകൾ, 10 റീടെസ്റ്റ്, 5 പേർ പഠനാവശ്യത്തിനടക്കം വിദേശത്ത് പോകേണ്ടവരോ അവധിക്ക് വന്ന് മടങ്ങിപ്പോകേണ്ടവരോ ആയ പ്രവാസികൾ എന്ന രീതിയിലാകണം ടെസ്റ്റുകളിലെ മുൻഗണന. വിദേശത്ത് പോകുന്ന അപേക്ഷകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ റീടെസ്റ്റ് അപേക്ഷകരുടെ സീനിയോറിറ്റി പരിഗണിച്ച് അവസരം നൽകണം. 8 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാം. റോഡ് സുരക്ഷ മുൻനിർത്തി ഗ്രൗണ്ട് ടെസ്റ്റിന് ശേഷം റോഡ് ടെസ്റ്റ് നടത്തുന്ന രീതി തുടരും. റോഡ് ടെസ്റ്റുകൾ നിയമക്രമം പാലിച്ച് റോഡിൽ തന്നെ നടത്തണം. ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിലും ഗ്രൗണ്ടുകളിലും RTO, സബ് RTO ഓഫീസുകളിലും ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കും. റോഡ് സുരക്ഷ കണക്കിലെടുത്ത് ഡുവൽ ക്ലച്ച് ബ്രേക്ക് സംവിധാനമുള്ള വാഹനങ്ങളിൽ ടെസ്റ്റ് നടത്തുന്ന രീതി തുടരും. ലേണേഴ്സ് ലൈസൻസ് നേടിയവരുടെയും ഇതിന്റെ കാലാവധി അവസാനിക്കുന്നവരുടെയും ക്രമം അനുസരിച്ചുള്ള പ്രത്യേക പട്ടിക തയ്യാറാക്കണം. ഓരോ ഓഫീസിന്റെ കീഴിലുള്ള തീർപ്പാക്കാനുള്ള അപേക്ഷകളുടെ ബാഹുല്യം പരിശോധിച്ച് അധികം അപേക്ഷകളുള്ള സ്ഥലങ്ങളിൽ മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിനുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് അപേക്ഷ തീർപ്പാക്കണം. പ്രതിദിനം 40 ടെസ്റ്റ് എന്ന മാനദണ്ഡം പാലിച്ചാവണം അപേക്ഷകൾ
പരിഗണിക്കേണ്ടത്. മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം ഓരോ ഡ്രൈവിംഗ് സ്കൂളിലും യോഗ്യതയുള്ള ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഉണ്ടാകണമെന്നും ടെസ്റ്റിന് അപേക്ഷകരെ ഹാജരാക്കുമ്പോൾ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. കോളനിയിലെത്തിയ ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ പരിക്ക്, യുവതി ഗുരുതരാവസ്ഥയിൽ. വാളയാർ വനമേഖലയിൽ വീണ്ടും കാട്ടാനാക്രമണം. നടുപ്പതി ആദിവാസി കോളനിയിലുണ്ടായ കാട്ടാനാക്രമണത്തിൽ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. നടുപ്പതി കോളനിയിലെ വീരയ്ക്കാണ് പരിക്കേറ്റത്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. രാത്രി കോളനിയിലെത്തിയ ആനയെ തുരത്തുന്നതിനിടെ വീരയ്ക്ക് പരിക്കേൽക്കുകയാണെന്നാണ് വിവരം. ഗുരുതരാവസ്ഥയിലുള്ള വീര ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വർണ്ണച്ചാർത്തായി മുടപ്പുല്ലൂർ വേല ആഘോഷിച്ചു. ആവേശം നിറയുന്ന വാദ്യവിരുന്നൊരുക്കി എഴുന്നള്ളത്തിന്റെ വർണ്ണക്കാഴ്ചയുമായി മുടപ്പല്ലൂർ ആഴികുളങ്ങര ഭഗവതി ക്ഷേത്രം വേല ആഘോഷിച്ചു. ഉച്ചപൂജ, ദീപാരാധന, ഈടുവെടി, കേളി, പറ്റ എന്നിവയ്ക്ക് ശേഷം നാലമ്പലം ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ 7 ആനകൾ അണിനിരക്കുന്ന എഴുന്നള്ളത്ത് തുടങ്ങി. പുതുപ്പള്ളി കേശവൻ തിടമ്പേണ്ടി, ചോറ്റാനിക്കര സുഭാഷ്, ഏലൂർ അരുൺദേവ് വാര്യർ, പാഞ്ഞാൾ വേലിക്കുട്ടി, മച്ചാട് ഉണ്ണി നായർ, തുറവൂർ രാകേഷ് കമ്മത്ത് തുടങ്ങിയവർ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി. എഴുന്നള്ളത്ത് പന്തലിലെത്തിയതോടെ മേളം തുടങ്ങി. പനങ്ങാട്ടിരി മോഹനൻ നേതൃത്വം നൽകി. തുടർന്ന് വെടിക്കെട്ട്, തൃത്തായമ്പക തുടങ്ങിയവയും ഉണ്ടായി. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളത്ത്, പഞ്ചാരിമേളം, നാലമ്പലത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത് തുടങ്ങിയവയും ഉണ്ടായി. കച്ചേരി പറമ്പിലെത്തിയ ആനയെ തുരത്തി. ജനവാസ മേഖലയ്ക്കടുത്തെത്തിയ കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വനപാലർ കാട്ടിലേക്ക് തുരത്തി. കോട്ടോപ്പാടം പഞ്ചായത്തിലെ കച്ചേരിപ്പറമ്പ്, മേലേക്കളം, മണ്ണാത്തി ഭാഗത്ത് രാവിലെയാണ് കാട്ടുകൊമ്പൻ എത്തിയത്. തുടർന്ന് മണ്ണാർക്കാട്, അഗളി ദ്രുതപ്രതികരണ സേനാംഗങ്ങൾ, തിരുവിഴാങ്കുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ എന്നിവരുൾപ്പെടെ 35 പേരടങ്ങുന്ന സംഘം പ്രദേശവാസികളുടെ സഹായത്തോടെ തുരുത്താനുള്ള ശ്രമം തുടങ്ങി. വൈകിട്ട് 4:30യോടെയാണ് ആന കാടുകയറിയത്. പടക്കം പൊട്ടിച്ചും പമ്പ് ആക്ഷൻ ഗൗൺ ഉപയോഗിച്ചുമായിരുന്നു തുരത്തിയത്. 3 ദിവസമായി ആനകൾ പ്രദേശത്തുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം പള്ളാട് ഭാഗത്ത് മോഴയാനയെയും കൂടെ കൊമ്പനാനയെയും കണ്ടിരുന്നു. പിന്നീട് 30 ഏക്കർ ചെന്നേരിക്കുന്ന്, കോട്ടാനി, പാണക്കാട്, മണ്ണാത്തി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ആനയെത്തി. സൈലന്റ് വാലി വനമേഖലയിലേക്ക് തുരത്തുന്നതിനിടെ കരടിയോട് ഭാഗത്ത് നിർമ്മാണം നടക്കുന്ന സൗരോർജ്ജ തൂക്കുവേലിയും ആന മരം തള്ളിയിട്ട് തകർത്തിരുന്നു. ആനകൾ കാടിറങ്ങുന്നുണ്ടോ എന്നത് നിരീക്ഷിച്ചു വരികയാണെന്ന് വനപാലകർ അറിയിച്ചു. മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ N. സുബൈർ, തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K. സുനിൽകുമാർ, മണ്ണാർക്കാട് RRT ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഗ്രേഡ് V. രാജേഷ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ M. ജഗദീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദൗത്യത്തിലുണ്ടായിരുന്നത്. ഇടവേള. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറഞ്ഞല്ലോ. പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറി. സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറി. വൈകിട്ട് 4:30യോടെ തണ്ണിശ്ശേരിയിലാണ് അപകടം. നെന്മാറയിൽ നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് പരിസരത്തെ വീട്ടിൽ ഇടിച്ചു നിന്നു. കുറച്ച് യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. ഡ്രൈവർക്ക് പരിക്കുണ്ട്. പത്തനാപുരം പാത മുങ്ങി. ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ കാവശ്ശേരി പത്തനാപുരം പാലം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഇരുചക്ര വാഹനങ്ങൾക്കും ചെറുവാഹനങ്ങൾക്കും പോകുന്നത് നിർമ്മിച്ച താൽക്കാലിക പാത തകർന്നു. ഗായത്രിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ബദൽ പാത മുങ്ങിയത്. ഇതോടെ ഇരുകരങ്ങളും ഒറ്റപ്പെട്ടു. തരൂർ കുത്തിക്കോട് പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി സജ്ജമാക്കിയ പാതയും വെള്ളത്തിൽ മുങ്ങി. മണ്ണിട്ട് ഉയർത്തിയാണ് പാത സജ്ജമാക്കിയത്. പാതകളിൽ വെള്ളം കയറിയതോടെ പത്തനാപുരം, കുരുത്തിക്കോട് പാതകളിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. പാതകൾ അടച്ച് തരൂർ, കുത്തിക്കോട്, പത്തനാപുരം, തോണിപ്പാടം പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട നിലയിലാണ്. തോണിപ്പാടം, പത്തനാപുരം പ്രദേശത്തുള്ളവർ ആലത്തൂർ, കാവശ്ശേരി മേഖലയിലെത്താൻ അത്തിപ്പറ്റ വഴി ചുറ്റി സഞ്ചരിക്കണം. അടിസ്ഥാന സൗകര്യങ്ങളിൽ മുന്നേറി ചാത്തപുരം GHS.
കായിക മികവിലും പഠന മികവിലും ഒരുപോലെ തിളങ്ങുന്ന ചാലിശ്ശേരി GHS ഭൂവിസ്തൃതിയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുകയാണ്. സ്വന്തമായ ഒരു സിന്തറ്റിക് ട്രാക്ക് സ്കൂളിനുണ്ട്. കഴിഞ്ഞ വർഷം 6.5 കോടി രൂപ ചെലവഴിച്ചാണ് സിന്തറ്റിക് ട്രാക്ക് നിർമ്മിച്ചത്. കായിക സമുച്ചയവും ഇവിടെയുണ്ട്. അത്ലറ്റിക്സ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ തുടങ്ങിയ കായിക ഇനങ്ങൾക്കുള്ള പരിശീലന ക്യാമ്പുകൾ ഇടയ്ക്കിടെ സംഘടിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് കരുത്തും ആത്മവിശ്വാസവും പകരാൻ കരാട്ടെ, കുംഫു പരിശീലനങ്ങളും വാദ്യ പരിശീലനങ്ങളും നൽകുന്നുണ്ട്. വിപുലമായ ലൈബ്രറിയും ലബോറട്ടറി സൗകര്യമുള്ള സ്കൂളിന്റെ പ്രത്യേകതയാണ് PTA നേതൃത്വത്തിൽ നടക്കുന്ന അയൽപ്പക്ക പഠന കേന്ദ്രവുമുണ്ട്. SSLC പരീക്ഷയിൽ ഇത്തവണയും 100% വിജയമാണ് സ്കൂളിന്. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. മഴ അട്ടപ്പാടിയിൽ പലയിടത്തും നാശനഷ്ടമുണ്ടാക്കി, ജീവിതം ദുഷ്കരമാക്കി. 2 ദിവസം തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ വരകാർ നിറഞ്ഞൊഴുകി. പുതൂർ പഞ്ചായത്തിലെ ചെമ്പവട്ടക്കടവ് 38 ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെ 50ഓളം വീടുകൾ ഒറ്റപ്പെട്ടു. ഇവിടെ 1.93 കോടി രൂപ ചെലവിൽ പാലം നിർമ്മിക്കാൻ പദ്ധതിയുണ്ടെങ്കിലും പൂർത്തിയായിട്ടില്ല. ആദ്യഘട്ടം 95 ലക്ഷം ചെലവിൽ തൂണുകൾ നിർമ്മാണം പൂർത്തിയായി. 98 ലക്ഷം രൂപയുടെ 2ാം ഘട്ടം ഉടൻ തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ജനം. 10 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച പുതൂർ എടവാളി റോഡിലേക്ക് മലവെള്ളപ്പാച്ചിലിൽ കല്ലും മണ്ണും ചെളിയും കുത്തിയൊഴുകിയെത്തി ഗതാഗതം തടസ്സപ്പെട്ടു. പല സ്ഥലങ്ങളിലും മുട്ടോളം ചെളിയാണെങ്കിലും കാൽനട പോലും സാധ്യമല്ലെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ പറഞ്ഞു. അരളിക്കോണം താഴെ ഭൂതയാർ എടവാളി ഊരുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. റോഡിലെ ചെളി അടിയന്തരമായി നീക്കിയില്ലെങ്കിൽ ആശുപത്രി പോലുള്ള അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും വാഹനം എത്തിക്കാൻ കഴിയാതാകും. പുതൂർ ഇലച്ചി വഴിയെ ആഞ്ചലക്കൊമ്പ് റോഡിലെ കൾവർട്ടർ ഒഴുകിപ്പോയി. അട്ടപ്പാടിയിലെ പ്രധാന റോഡുകളിലെല്ലാം വെള്ളക്കെട്ടാണ്. റോഡരികിലെ ചാലുകളും ഓവുകളും കൾവർട്ടറുകളും അടഞ്ഞതാണ് കാരണം. കൽക്കണ്ടിയിൽ മുളയങ്കായ് ഹംസയുടെ വീടിന്റെ അടുക്കളയുടെ ഷീറ്റുമേഞ്ഞ മേൽക്കൂര തകർന്നു വീണു. ആളപായമില്ല. അഗളിയിൽ സ്റ്റേഡിയത്തിനടുത്ത് മരം വീണ് റോഡ് തടസ്സപ്പെട്ടു. കുളിക്കടവ് ചിറ്റൂർ റോഡിൽ മുച്ചിക്കടവിൽ വലിയ മുളങ്കൂട്ടം വീണ് ഗതാഗത തടസ്സമുണ്ടായി. AVIP അധികൃതരെത്തി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തടസ്സം ഒഴിവാക്കി. ഇവിടെയും റോഡരികിലെ ചാലുകൾ അടഞ്ഞ് വെള്ളക്കെട്ടിനിടയാക്കിയിട്ടുണ്ട്. വശങ്ങളിൽ മണ്ണിടിച്ചിലിന് സാധ്യത. അട്ടപ്പാടിയിൽ പല സ്ഥലങ്ങളിലും റോഡരികിൽ എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാവുന്ന വിധം മരങ്ങളും മുളങ്കൂട്ടങ്ങളും ഉണ്ട്. റോഡരികിലെ ചാലുകൾ വൃത്തിയാക്കാത്തത് വെള്ളക്കെട്ടിനും ഇടയാക്കി. മഴയ്ക്ക് മുമ്പ് മുന്നൊരുക്കങ്ങൾ നടത്താത്തതിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. ഇനി ആരോഗ്യം. ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ വ്യായാമം ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ഇപ്പോഴും പലർക്കും ആശയക്കുഴപ്പമാണ്. ചിലർ രാവിലെകൾ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു ചിലർ സൗകര്യം നോക്കി വൈകുന്നേരവും രാത്രികളും തിരഞ്ഞെടുക്കുന്നു. ശരീരം അനങ്ങിയാൽ പോരെ, അതിനും സമയമുണ്ടോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എങ്കിൽ ഉണ്ട് എന്നാണ് ഉത്തരം. കാരണം വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിന്റെ താപനില ഉയരുകയും ഹൃദയമിടിപ്പ് വർദ്ധിക്കാനും കാരണമാകും. കൂടാതെ ശരീരത്തിലെ അഡ്രിനാലിൻ, എൻഡോർഫിൻ ഹോർമോണുകൾ വ്യായാമം ചെയ്യുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. രാത്രി വൈകിയുള്ള വർക്കൗട്ട് കഴിഞ്ഞ് നേരെ കട്ടിലിലേക്ക് കിടക്കുന്ന ശീലം നിങ്ങളെ കൂടുതൽ രോഗിയാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നമ്മളുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന സർക്കാഡിയൻ റിതം വിപരീതമായാണ് പ്രവർത്തിക്കുന്നത്. രാത്രി സമയത്ത് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിലെ താപനില താഴുന്നു. ഇതാണ് ശരീരത്തിന് ഉറങ്ങാനുള്ള സൂചന നൽകുന്നത്. വൈകുന്നേരമാണ് വ്യായാമം ചെയ്യാൻ ഏറ്റവും നല്ല സമയമെന്ന് പഠനങ്ങൾ പറയുന്നു. ഈ സമയത്ത് പേശികളുടെ പ്രവർത്തനവും ശരീര താപനിലയും ഏറ്റവും ഉയർന്ന നിലയിലായതിനാലാണിത്. എന്നാലും രാവിലെ വ്യായാമം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് ഒരു ദിവസം മുഴുവൻ ഊർജ്ജനിലയും മെറ്റബോളിസവും വർദ്ധിപ്പിക്കുന്നത് പോലെയുള്ള ഗുണങ്ങളുമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മദ്യനയത്തിന്റെ പേരിൽ പണപ്പിരിവിനിറങ്ങിയാൽ കർശന നടപടിയെന്ന് മന്ത്രി MP രാജേഷ്. മഴക്കെടുതി ഒലവക്കോട് ഐശ്വര്യ കോളനി വെള്ളക്കെട്ടി. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ സംഘടിപ്പിക്കുന്ന ജലസമ്മേളനം 26-ന്. ഡ്രൈ എടുത്തു കളയാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് മദ്യനിരോധന സമിതി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.